നമ്മളവിടെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇതൊക്കെ കിടക്കല് ഇതോണടിയാ മോനിച്ചടി നമുക്ക് പെന്റെ മേലെ നിന്ന് ഡാൻസ് ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. ഞാൻ സ്റ്റിക്കർ ഇട്ട് കൊടുക്കലാണ് വെല്ലിപ്പാനെ ഇവിടെ എത്തിയാല്. എന്താടാ ചേട്ടാ പോണതോ നല്ല തണുപ്പിലേക്ക്. അമ്മായി എന്താ പറഞ്ഞേ? വില എത്ര പറഞ്ഞിട്ടാണ്? ഒരാഴ്ചക്കത്തെ പണിക്കൂലിയാണത്. ഒരു ദിവസം ഉണ്ടായിട്ട് ഇങ്ങനെ ഏറ്റി വരുന്നേ സമ്മതല്ല. കാരണം ഒരാഴ്ചത്തെ പൈസ പോയി. നമ്മളവിടെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇതൊക്കെ കിടക്കല് എത്ര മൈജിയിലുണ്ട്. പിന്നെ മയൂരി പറഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുക്കും. നല്ല തണുപ്പുണ്ടല്ലേ മാമ? അതിന്റെ ചോട്ടൊന്നും പോണില്ല. ഐസ് കട്ടെ അത് വെറുതെ കട്ടയാവുണ്ടല്ലേ? ഫ്രീസർ ഇവിടെ ഉണ്ട്. അതെന്തോ കൂടിയിട്ടാ തോന്നുന്നു. സ്പീഡ് എന്തോ കൂടിയിട്ടാണ്. അവിടെ എത്ര കുപ്പി വെള്ളം ഇപ്പൊ ഞമ്മളൊക്കെ ചൂടെള്ളം കുടിച്ച് നമ്മളൊക്കെ തണുത്തോളം കുടിച്ചു. ഷോക്കേസിലെ അങ്ങനെ നമ്മളെ ഷോക്കേസ് ഒക്കെ റെഡി ആയി. ഞാൻ കാടി കൊടുത്തിട്ടില്ലേ? ഫോണൊക്കെ അതേപോലെ 2 സ്റ്റാൻഡ് പണിക്കാർ. ഇത് ഫാബ്രിക്കേഷന്റെ പണിക്കാരേ തറവാട്ടിത്തെ കമ്പിക്ക് വില കുറഞ്ഞിട്ട് ചെയ്യണ. കമ്പിക്ക് വില കൂടിയിട്ടേ കടയിലൊക്കെ എടുത്ത് വെച്ചിക്കാണല്ലോ. യുദ്ധമായിട്ട് എല്ലാ സാധനത്തിനും വില കുറയും. കുറഞ്ഞിട്ട് അപ്പൊ സാധനം എടുക്കുക. സാധാരണ എത്ര ഒരു എസ്റ്റിമേഷൻ? ഇതിനിപ്പോ നമുക്ക് എത്ര റുപ്യ ആയി? പിന്നെ ഇരുമ്പ് സാധനത്തിന് ഇത് ചെയ്യാന് എമൗണ്ട് ഓർമ്മല്ല. നീ ഏത് കാണാൻ തന്നെയാണ് അവർക്ക് പെയിന്റ് അടിച്ചിട്ട് നല്ല ഉസാറ് പെരിയാണ്. അതല്ല 10-60 സാധനം എന്താ പറയണേ? എടാ നമ്മളെ തറവാട് പെയിന്റ് അടിച്ചിട്ട് സൂപ്പർ പെരയിക്കാര, അടിപൊളി പെരയിക്കാര. ആ പെരനെ മറി കിടക്കാൻ പെരക്കും പറ്റില്ല അല്ലേ? അവിടുത്തെ അമ്മ എപ്പോഴും പറയും അത് തേച്ച് പെയിന്റ് അടിച്ചാൽ അതിനൊക്കൂല. പൈസ ഉണ്ടെന്ന് എന്തിന്? ആ പെയിന്റ് അന്ന് നമ്മളെ അവിടുത്തെ നിലൊക്കെ ഒരു തെളുങ്ങണ പെയിന്റ് ഉണ്ട്. ഇങ്ങനെ അടിച്ചലാണ് കാവി. അന്ന് പെരുമ്പേനെ അന്ന് 117, 117, 120. ഇപ്പോ 90 ചില്ലാണ്. ഇനിയും കൂടുതലാണ്. ഇത് കൂടിയോണ്ടേ എത്തുകയാണ്. അന്ന് നല്ല വിലയാണ് ഇപ്പോഴേ ചെയ്തത്. ഓനിപ്പോ പുതിയ പെര വെക്കണം. മണ്ണ് കുറഞ്ഞ കമ്പിയൊക്കെ ആണെങ്കിൽ ആ കമ്പിയൊക്കെ ആണെങ്കിൽ ഒരു 10-40 റുപ്യൊക്കെ ലെവലില് പോയി ആ കമ്പിയൊക്കെ
അല്ല ഈ അലോക്കിന്റെ അത്ര വലിയ നമ്മളെ കമ്പനി കുന്മാടുത്തതാണ്. നിങ്ങളുടെ കമ്പിയൊക്കെ ആണെങ്കിൽ വില പോകും. ഇത് ആ 3.5 കിലോന്നുള്ളത്, മറ്റേത് 6 കിലോ ഉണ്ട്. അപ്പൊ 2.5 കിലോ നമുക്ക് പെണ്ണിന്റെ മേലെ നിന്ന് ഡാൻസ് വെച്ചാലുണ്ടല്ലോ അതൊന്നും അവളില്ലേ തൂക്കം കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും. വല്ലാത്തൊരു ശൗഷറായി പിന്നെ ചൂടുമ്പോ കെട്ടിക്കിട്ടില്ല. അതെ കമ്പി കടയിൽ പോയി വലിയ പേരാണ് ആ പേര. അളവും കാര്യങ്ങളൊക്കെ എടുത്തെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ? അളവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞുതരാം. അത്രയ്ക്ക് ആവും. മോനിട്ടാ മോട്ട് എന്നോട് എടുക്കാൻ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? കുടുംബക്കാരാ? ഇതോന്നടിയോ മോനിട്ടടി കൊടുക്കാന് അടുത്ത് നിൽക്കേനി ഇവിടെ. പേടിയാണ് പേടി പേടിച്ചൂടനെ കാക്കയാണ്. ഇമ്മമ്മ ഇപ്പൊ ആ കൂളറിന്റെ അടുത്ത് ഇരുന്നിരുന്ന് വെല്ല അവിടെ മറന്ന് കുത്തിരിക്കണം, ആർക്കും തരുന്നില്ല. നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. മോന്റെ ഇത് അത്യാവശ്യമാ. അതിന്റെ ഇന്നൊക്കെ ഒരു ചൂട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. മറ്റേ ഉറങ്ങാനും കഴിയൂല, ചൂടുമ്പോ എടുത്തിട്ട് ഞാൻ ഇവിടെ കിടക്കില്ല, ആളിനെ കിടക്കല് ചൂടുമ്പോ എടുത്തിട്ട്. ഇതിന്റെ ഇവിടെ വെക്കണം, ഇവിടെ ഇതിന്റെ വലുത് ആദ്യം ഇവിടെ ഉണ്ടായിനി, അത് കറണ്ട് ബില്ലിന്റെ പ്രശ്നം കൊണ്ട് ആദ്യം കൊടുത്തു. എപ്പോഴാണ് തണുപ്പുണ്ടാവും, ഇത് പിന്നെ രണ്ടാമത്തെയാണ് ഇപ്പൊ. അപ്പോഴാണ് തണുക്കുക. ഇത് കറണ്ട് ബില്ല് ആവൂല എന്നൊക്കെ പറയുന്നത്, പുതിയ മോഡലാണ് എന്നൊക്കെ. എന്താണ് ഉണ്ടാവും. കണ്ണിന്റെ ആവില്ല. ഒരു പുതിയ മോഡലാണ്. അങ്ങനെയൊക്കെ ഉമ്മ പറയുന്നു. 2 മാസം ഉള്ളൂല്ലേ, മഴക്കാലല്ലേ. ഞാൻ അപ്പളേ പറഞ്ഞു മഴക്കാലം വരുന്നു വാങ്ങണ്ട പറഞ്ഞു. പക്ഷെ മഴക്കാലം വരുന്നത് നീ ജൂണിലും പെയ്യുന്നത്ര ഉറപ്പ് ജൂലൈയൊക്കെ ആവും പെയ്യാ. ഈ കുന്മാൻ ആ വെയിലത്തുനിന്ന് വരികയല്ലേ, അപ്പൊ തണുപ്പ് കിട്ടുമല്ലോ വിചാരിച്ചുകൊണ്ട് വരികയാണ് കിട്ടി. അത് നിങ്ങളെ മുഖത്തും കാട്ടിയാണ് കടക്കല്. എന്റെ മോട്ടം പിന്നെ വരും വെയിലല്ലേ. എന്താ അവിടെ ദിനടി പൈസ അപ്പൊ ചെലവാക്കി കൊടുക്കാം, മുട്ടായി എന്ത് പൈസ ഇട്ട് കഴിഞ്ഞാ മറ്റോനെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാ അപ്പൊ ആ തുമ്പും പോകല്ലാതെ നോക്കുക. ഇപ്പൊ താടിയൊക്കെ വന്നല്ലോ, താടിയൊക്കെ വന്നല്ലോ. മറ്റെന്തേനി കോലോ? അതാണ് രസം. എന്നാ അങ്ങനെ നടന്നു. അതെന്താ ജപ്പാനിയോ ഇറ്റാലിയോ? പോകില്ലക്കളെ വണ്ടി അടുത്ത മാസം ഇറങ്ങും. ഓമ്നിയോ പച്ചച്ചായേ ഇവരൊക്കെ എന്ന് ഇത്രയും കൊണ്ടേ ഇവര് കറക്റ്റ് പറയുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ നമ്മള് ആ ആ ഇവിടെ കൗത്തിലുണ്ടങ്ങള് പാട് ഞാൻ കണ്ടു ചൂടുമ്പോ ആ ഈ പൗഡർ ഇപ്പൊ 4 പോയപ്പോ കിട്ടിയാണേ. അതൊക്കെ ചോപ്പ് ചൂട് കൂടിയോണ്ട് പൗഡർ ആദ്യം തന്നെയാണ് ഇത് അല്ലേ. ഇത് അതിന് തന്നണ കയത്തിൽ ആ ഗുരുവിന് ഇപ്പൊ കുറവുണ്ട് ലേസം. മറ്റേ ചുമന്നീനി അങ്ങോട്ട് ഇത് തോത്തല നനച്ചോത്തല. കാറ്റുണ്ടോ? കാറ്റുണ്ടോ? ചന്തിമ്പോ കാറ്റുണ്ടോ? ഭാഷ ഉപയോഗിക്കുക. ഇച്ച് പല്ലില്ല നിങ്ങൾ ഇപ്പളാ കാണുന്നത്. എന്റെ ഇവിടുത്തെ പല്ല് അവിടെ ചിരിച്ചാൻ പറ്റൂല. അത് എങ്ങനെ ഉണ്ടായത് അറിയങ്ങൾക്ക്? പണ്ട് പിന്നേറ്റ് കുത്തി ഇതിലെങ്ങനെ ആക്കി, അപ്പഴൊക്കെ നല്ല രസമായി. എന്നിട്ട് ചോര വരും, എന്നിട്ട് ഇങ്ങനെ ഇതാക്കാതിട്ട്. ഇപ്പൊ പല്ലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ഉമ്മ ചായൻ്റെ ഉണ്ടാക്കി വെച്ചു. വെള്ളം കലക്കണല്ല, വെള്ളം കലക്കണ ഉണ്ടായിട്ട് കാലില്ല. ഈറ്റ് എപ്പോഴും ഉണ്ടാക്കി കുടിച്ചാണേ. ഓനേതാ
അത് മുണ്ടൂല മറ്റേ മുണ്ടി പോയി. ഇവൻ എന്താണ് ഞങ്ങളോട് മുണ്ടാത്തെ? ഓനോ ഓ ആരോടും ഇല്ല. ഓ അങ്ങനെ ഓന്റെ വാപ്പാനോട് കൊണ്ടൂല. മോണ്ടന് ആദ്യം കുട്ടീനെ എടുക്കാറില്ലേ, ഇപ്പൊ എടുത്തെടുത്ത് പാള് ഉസ്താവായി. അല്ല ഇതിപ്പോ വലുതായല്ലോ അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പല്ലേ? അവന്റെ ശരിക്കും പിടിച്ചോണ ചാടാണ്. ഈ ഫാനേ എന്താടാ? ഓഫ് ആക്കുമ്പേ അതിന്റെ അതൊന്ന് തുടച്ചോണ്ടിട്ട് അപ്പൊ നല്ല തണുപ്പ്. അത് തുടച്ചിട്ടേ മറ്റേ പങ്ക അത് കാറ്റ് കൊള്ളൂല. ഇത് കാറ്റുണ്ടാവില്ല. ഇത് അങ്ങനെ തന്നെയാണ്. അല്ല എന്റെ റൂമത്തെ അതൊക്കെ ചൂട് കാറ്റ് നല്ല ചൂട്. അപ്പൊ ചൂടാണ് തുടക്കണമെന്ന് നല്ല എന്താ പറ്റി പെട്ടെന്ന് ഇതേ ഒരു കണക്കിന് ഇങ്ങനത്തെ പേടിയാട്ടോ. വീട്ടിക്ക് ചാടും അല്ലേ? എന്നാ പോകാതെ ഞങ്ങള് പോയേ നോക്കോളി എന്നാ. വീഡിയോ ഇല്ലല്ലോ ഇപ്പൊ. വീഡിയോ തക്കണ എടുക്കണ്ടേ ഇടാന്. ആയിക്കോട്ടെ എന്നാ ചായനെ കുറിച്ച് ഓന് കളിക്കൊണ്ടോലെന്ന്. മാണ്ടായിട്ടാണ് ചായ ചൂടായിട്ടേ ചായ മാണ്ട മാളുണ്ട് ഓല് പീപ്പിൾസിന് ചായ കുടിച്ച് വരികയാണ്. പഴപ്പൊരിയൊക്കെ തൂട്ട് ആരിപ്പാണ് ഓ ചെലപ്പെങ്കിലേ പോകലോം പോകലോ കൊയങ്ങിക്കണം. ഇത് പോവാം. അവിടെ ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. പോയിട്ടോ. ആ ഇരിക്കവിടെ കസാരി ഇരിക്ക്. ആ പോണൊന്നുമില്ല കുട്ടിനേറ്റവിടെ ഇരിക്ക്. പരീക്ഷ കഴിഞ്ഞിട്ട് കൂടാ കുട്ടി. പരീക്ഷയാണ് 23-ാം തീയതി. കൊല്ല പരീക്ഷയാണ്. കൊഴപ്പൊന്നുമില്ല, ഇപ്പൊ വിടലുണ്ട്. വാങ്ങി ആ എന്താ വെള്ളത്തിലാക്കി മുക്കിക്കേ അങ്ങ് കുറഞ്ഞെടുത്തേക്കാണ്. പോയോ പോയി പോയി ആ പൊയ്ക്കണ്. ആ ചോറൊക്കെ ഉണ്ടോ നിങ്ങക്കടെ? എന്താ മോണ്ടാ വണ്ടി പോണില്ലേ? ഇട്ടത് കാണില്ലേ? എന്താണ് ടൈലല്ല, ഇവിടെ സോക്കേസിന്റെ പണിയെടുത്തില്ലേ അതിന്റെ പൊട്ടാണ്. എന്ത് ബീഡി മോണ്ടം ബീഡി അടിച്ചിട്ട് തൊള്ളി നിർത്തിട്ട്. ആയിക്കോട്ടെ പോയിക്കോളി. ആ ആ ആ പരീക്ഷ ഉണ്ട് വന്നോളൂ. എന്താ വണ്ടി പോവാത്ത? എന്താ ആ ഇനി അങ്ങ് പെരയിലെ തോളി മോട്ടോലെ കളിപ്പിച്ചോണ്ട് പോകൂട്ട. അതമ്മായി പറയണത് കേട്ടോ. വണ്ടി പോകേറ്റൊന്നല്ല, ഓലട്ടുങ്ങാട് കളിപ്പിച്ചാണ്. ഓല് പോയിട്ടില്ല, അവിടെ നിൽക്കണം.